തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കലക്ടറേറ്റിൽ നാളെ രാവിലെ 10 മണിക്ക് യോഗം നടക്കും. കലക്ടറും ജില്ലയിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഈ യോഗം വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ ഈ പൂരസമയത്ത് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മനോജ്? തീർച്ചയായും അനിൽ, കഴിഞ്ഞ തവണത്തെ പൂരം നമ്മളെല്ലാം കണ്ടതാണ്. കാരണം വലിയ തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ്. ഭക്തജനങ്ങളെ പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ പലതരത്തിലും വെടിക്കെട്ട് ഉൾപ്പെടെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പിഴവുകളാണ് കൂടുതലും ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹം പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ്. നാളെ 10 മണിക്കാണ് തൃശൂർ കളക്ടറേറ്റിൽ ഈ യോഗം നടക്കുക. എന്തായാലും കളക്ടറും അതോടൊപ്പം തന്നെ ജില്ലയിലെ മന്ത്രിമാർ കെ രാജൻ, അതോടൊപ്പം തന്നെ ആർ ബിന്ദു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും കഴിഞ്ഞ തവണ നടന്നിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ വലിയ ചർച്ചയായതാണ്. അതോടൊപ്പം ഓരോ ആചാരങ്ങളെയും ലംഘിക്കുന്ന തരത്തിൽ അതിനെയൊക്കെ തന്നെ ഈ മഠത്തിൽ വരവിൽ പങ്കെടുത്ത ഭക്തജനങ്ങളെ ഉൾപ്പെടെ പോലീസ് വലിയ തരത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തിക്കൊണ്ട് അവരെയൊക്കെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഇരു ദേവസ്വങ്ങളും പാറമേക്കാവും തിരുവമ്പാടിയും ഒക്കെ സഹകരിച്ച് നടത്തുന്ന ഈ ഒരു പൂരത്തിൽ നിന്നും വെടിക്കെട്ട് മാറ്റിവെക്കേണ്ട സാഹചര്യം, അതായത് വെളുപ്പിന് നടത്തേണ്ട അല്ലെങ്കിൽ രാത്രിയോടുകൂടി നടത്തേണ്ട വെടിക്കെട്ട് പിന്നീട് നടന്നത് രാവിലെ കഴിഞ്ഞാണ്. അത്തരത്തിലേക്ക് ഈ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടാത്ത തരത്തിൽ അവരെ മർദ്ദിക്കുന്ന തരത്തിൽ കമ്മീഷണറുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇനി അടുത്ത തവണ നടക്കുന്ന പൂരം അത് സുഗമമായി നടക്കണം. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സഹകരണവും ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചടങ്ങുകളുമായി സഹകരിക്കാനുള്ള ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും, അതായത് വെടിക്കെട്ടായാലും അതോടൊപ്പം ഓരോ ചടങ്ങുകളായാലും കൃത്യമായ രീതിയിൽ നടത്തണം എന്നുള്ള കാര്യം തന്നെയാണ്. ആചാര പെരുമയോടുകൂടി തന്നെ നടത്തണം എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ തയ്യാറാകണം. അതിന് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കം ഇതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം വഹിക്കണം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇപ്രാവശ്യം ജനങ്ങളുടെ പിന്തുണയോടുകൂടി, അതായത് കൂടുതൽ ജനകീയമായി തന്നെ ഈ പൂരം നടത്തണമെന്നുള്ള തീരുമാനമാണ് ഈ യോഗത്തിൽ ഉണ്ടാക്കുക. എന്തായാലും അദ്ദേഹം നാളെ നേരിട്ട് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അദ്ദേഹം രാവിലെയോടുകൂടി തന്നെ തൃശ്ശൂരിലെത്തി ഈ കളക്ടറേറ്റിലെത്തിയാണ് ഈ യോഗത്തിന് നേതൃത്വം നൽകുക. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ കഴിഞ്ഞ തവണത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, ഹൈന്ദവ സമൂഹം ഒന്നാകെ തന്നെ ഈ ഒരു പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു. കാരണം ഒരു തൃശ്ശൂർ പൂരത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള രീതിയിലായിരുന്നു പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ. ജനങ്ങളെ ആകെ തന്നെ, അതായത് സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇവരെയൊക്കെ ആട്ടിപ്പായിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ ഉണ്ടായിരുന്ന കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ കുട കൊണ്ടുവരുന്നവരെ, അതായത് ശ്രീരാമന്റെ ചിത്രമുള്ള കുട കൊണ്ടുവരുന്നവരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ അവരെയും ആട്ടിപ്പായിക്കുന്ന, ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്നവരെ ഉൾപ്പെടെ ആട്ടിപ്പായിക്കുന്ന ഒരു സമീപനം, അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെയുള്ള ഭക്തജനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെ കമ്മീഷണർക്കെതിരെ ഉൾപ്പെടെ നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് നേരത്തെ തന്നെ ഈ ഒരു യോഗം നടക്കുന്നത്. തൃശൂർ പൂരം സുഗമമായി നടക്കണം, അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ജില്ലാ കലക്ടറേറ്റിൽ നാളെ രാവിലെ 10 മണിക്ക് യോഗം നടക്കും. ജില്ലാ കലക്ടറും ജില്ലയിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. എം മനോജാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.